ഒന്നുരിയാടാൻ കൊതിയായി, കാണാൻ കൊതിയായി, മഴവിൽ മുനയായി നിൻ രൂപം എഴുതാൻ കൊതിയായി, മാപ്പു പറഞ്ഞ പാദം പുണരാൻ മോഹവേറെയായി. ഓ ഒന്നുരിയാടാൻ കൊതിയായി, കാണാൻ കൊതിയായി, മഴവിൽ മുനയാൽ നിൻ രൂപം എഴുതാൻ കൊതിയായി. നമസ്കാരം. ഗാനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് രാമകൃഷ്ണൻ ചേട്ടനാണ്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയായിട്ട് സുഖമായിരിക്കുന്നല്ലോ? സുഖമായിരിക്കുന്നു. ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെറിയ രീതിയിൽ ചെയ്യാറുണ്ട്. രാമകൃഷ്ണൻ ചേട്ടനെ ഒത്തിരി പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. കാരണം ഒരു ചാനലിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കുറേ വർഷം മുമ്പാണ്. ഞാൻ കുറച്ച് നാൾ ഷിക്കാഗോയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏഷ്യാനെറ്റിൽ അമേരിക്കൻ ജാലകം എന്നുള്ളൊരു സെഗ്മെൻ്റ് ഉണ്ട്. അതിലുള്ള 2 സെഗ്മെൻറ്റ്സ് ഞാനാണ് ചെയ്തിരുന്നത്. സംഗീത സല്ലാപം, രാഗപരിചയം എന്നൊക്കെ പറഞ്ഞ്. ഇപ്പം രാഗങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള സിനിമാ ഗാനങ്ങളെക്കുറിച്ചൊക്കെ പറയുക, പാടുക, പിന്നെ ഒരു ഫോണിൻ ചാറ്റ് ഷോ, അങ്ങനെ പല കാര്യങ്ങളും അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. ഷിക്കാഗോയിലുള്ളപ്പോൾ ചെയ്തിട്ടുണ്ട്. കുറേ വർഷം മുമ്പാണ്. ഓക്കെ. അതിൻ്റെ ഓർമ്മകൾ ഏതെങ്കിലും പാട്ട് അതിനെക്കുറിച്ചോ ആ പ്രോഗ്രാമിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഏത് പാട്ടാണ് മനസ്സിലിങ്ങനെ വരുന്നത്? ഇല്ല, പാട്ടുകൾ പഴയ പാട്ടുകളാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ പഴയ പാട്ട് ഏതെങ്കിലും പാടി തുടങ്ങാം. കാരണം മെലഡി പൊതുവേ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പാടാൻ സൗകര്യമാണ്. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ ഒരു പഴയ പാട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ. ഹൃദയത്തിൻ തന്തേലാരോ വിരൽ തൊടും മൃദുലമാം നിസ്വനം പോലെ, ഇലകളിൽ ജലഗണമിറ്റു വീഴും പോലെ, ഉയിലിൽ അമൃതം തളിച്ച പോലെ, തരളവിലോലം നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരിത്തരിച്ചുപോയി, അറിയാതെ കോരിത്തരിച്ചുപോയി. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകി, അതിലോലമിൻ ഇടനാഴിയിൽ നിൻ കള മധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. വളരെ നന്നായിരുന്നു ചേട്ടാ. അപ്പോൾ ഈ പാട്ടിൽ വന്ന ഒരു വഴി എങ്ങനെയായിരുന്നു? ചെറുപ്പത്തിലെ ശങ്കരാഭരണം എന്നുള്ള സിനിമയൊക്കെ വന്നു. ആ സമയത്ത് ഞാൻ അതിലെ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി നടക്കുമായിരുന്നു. അത് കണ്ട് വീട്ടുകാർ പിടിച്ച് ഒരു പാട്ട് പഠിക്കാനൊക്കെ, അങ്ങനെ പിന്നെ കുറേ വർഷം സംഗീതം അഭ്യസിച്ചിട്ടുണ്ട്. പിന്നെ കോളേജിലൊക്കെ തന്നെയും കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്തു. യൂണിവേഴ്സിറ്റി കലാപ്രതിഭയൊക്കെ ആയിരുന്നു പണ്ട്. പിന്നെ കുറേ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ. ഏത് യൂണിവേഴ്സിറ്റിയിലായിരുന്നു? ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നാട്ടിൽ എവിടെയായിരുന്നു? കണ്ണൂരാണ് സ്വദേശം. കഴിഞ്ഞ കുറേ വർഷമായിട്ട്, ഒരു 15 വർഷമായിട്ട് തിരുവനന്തപുരത്ത് സെറ്റിൽഡാണ്. ഇപ്പോൾ ഇവിടെ വന്ന 1 വർഷമായതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കലാപ്രതിഭയായിരുന്നോ? യൂണിവേഴ്സിറ്റി ബിസോണിൻ്റെ കലാപ്രതിഭയായിരുന്നു. അപ്പോൾ കോളേജിലൊക്കെ പാട്ട് ഞങ്ങൾ കോളേജിൽ തന്നെ ഞങ്ങളുടേതായിട്ടുള്ളൊരു ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ പല ഇന്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻസിലൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പലയിടത്തും, കേരളത്തിനും പുറത്തും ഒക്കെ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ പ്രോഗ്രാംസിനൊക്കെ പാടാറുണ്ട്? അതെ അതെ. അപ്പോൾ സ്റ്റേജിൽ അന്നേരം പാടിയ ഏതെങ്കിലും പാട്ട് ഓർമ്മയിലുണ്ടോ? ഒരു തമിഴ് പാട്ടാവാം. ഇളയരാജയുടെ പഴയൊരു സൂപ്പർ ഹിറ്റ് പാട്ടാണ്, അത് പാടാം.
சேலை மூடும் இளஞ்சோலை மாலை சூடும் மலர் மாலை சேலையூடும் இளஞ்சோலை மாலை சூடும் மலர் மாலை 20 நிலவுகள் நகமெங்கும் ஒளிவிடும் ஏஹே இளமையின் கனவுகள் விழியோரம் துளிர்விடும் கைகளிடைகளில் நிலைகையிலிட வெளிக்குறைகளில் எரியும் விளக்கு சிரித்து கண்கள் மூடும் பனிவிழும் மலர்வனம் உன் பார்வை ஒரு வரம் பனிவிழும் மலர்வனம் உன் பார்வை ஒரு வரம் இனிவரும் முனிவரும் தடுமாறும் கனிமரம் இனிவரும் முனிவரம் தடுமாறும் கனிமரம் പനിവിഴും മലർവനം പനിവിഴും മലർവനം. കോളേജിൽ ഇത് പാടി ഷൈൻ ചെയ്തു അല്ലേ? നല്ല നല്ല ആ സമയത്തൊക്കെ അതെ, നല്ല ഹിറ്റായിരുന്ന സൂപ്പർ പാട്ട്, ഹിറ്റ് നല്ല ആട്ടോ. സൂപ്പർ ഹിറ്റായ പാട്ടാണ്. ഓർക്കസ്ട്രേഷനോടെ വളരെ നന്നായിട്ട് അതെ 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 ഡ്രംസിന്റെ ഒക്കെ ബീറ്റ്. അതെ അതെ ശരിക്കും നന്നായിട്ട് പാടുന്നുണ്ട്. നല്ല രസമുണ്ട്. അപ്പോൾ വീട്ടില് ആരൊക്കെയുണ്ട്? വീട്ടില് ഭാര്യയും കൊച്ചുമാണ്. ഭാര്യ ടീച്ചിങ് ഫീൽഡിലാണ്. ഇപ്പോൾ വീണ്ടും ഒരു ഡീനായിട്ടൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യണം ട്രിവാൻഡ്രത്ത്. ഓക്കെ. ഇവിടെ ഉണ്ടായിരുന്നു ഒരു വർഷം. മോള് എഞ്ചിനീയറിംഗ് പഠിത്തം കഴിഞ്ഞ് ഒരു ജോലിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ ഹൈദരാബാദിലാണ്. അവള് നന്നായി പാടും. അതെ, പ്രോഗ്രാംസിനൊക്കെ അവള് പ്രോഗ്രാംസ് ഞങ്ങൾ ഒന്നിച്ച് ചെയ്യാറൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഈ കോവിഡ് സമയത്തൊക്കെ ഞങ്ങൾ കുറേ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ഈ സംഗീത സല്ലാപം രാഗപരിചയം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇടുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഓരോ രാഗത്തിലുള്ള പാട്ടുകളൊക്കെ പോസ്റ്റ് ചെയ്യൽ. അപ്പൊ അച്ഛന്റെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് അതെ അതെ, അവളാണ് എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്ക്. വേണമല്ലോ, അങ്ങനെ ആണെങ്കിലല്ലേ നമ്മള് കുറച്ച് ഇതാവുള്ളൂ അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും. അപ്പൊ മോക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ഏതാണ്? മോൾക്കും പഴയതും പുതിയതും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ പുതിയ പാട്ടുകളൊക്കെ പറഞ്ഞു തരുന്ന അവളാണ്. എങ്കിലും ഇത് അവൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. നമ്മുടെ വേണുചേട്ടൻ്റെ, വേണുഗോപാലിൻ്റെ ഒരു പാട്ട് പാടാം. കല്ലിനുള്ളിലെ ഉറവയുണർന്നു ലല്ലലമൊഴുകി കുളിരവി കല്ലിനുള്ളിലെ ഉറവയുണർന്നു ലല്ലലമൊഴുകി കുളിരവി കല്ലുമലിയുന്ന പാട്ടു ചുരത്തുന്ന കല്ലുമലിയുന്ന പാട്ടു ചുരത്തുന്ന ചെല്ലക്കുടവുമായി വന്നാട്ടിയേ നിന്റെ ഉള്ളൂർ കുടവുമായി വന്നാട്ടിയേ കാണാനഴകുള്ള മാണിക്യക്കുയിലേ 6 മാസം കഴിഞ്ഞില്ലേ അങ്കണത്തൈ മണിമാവിൻ്റെ കൊമ്പില് പെൺകുയിലാളൊത്ത് വന്നാട്ടെ നിന്റെ പെൺകുയിലാളൊത്ത് വന്നാട്ടെ 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 വന്നാട്ടെ. അപ്പോൾ ഇത് മോൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം തീർച്ചയായിട്ടും. പിന്നെ വൈഫ് എങ്ങനെ പാട്ടുകളൊക്കെ എങ്ങനെ? ഒരുപാട് പാട്ട് ആസ്വദിക്കാറുണ്ട്. എഗെയിൻ മോളെ പോലെ തന്നെ സജഷൻസും പ്രത്യേകിച്ചും കുറെ കൂടെ നല്ല ഓളമുള്ള പാട്ടുകളാണ് താല്പര്യം പുള്ളിക്കാരിക്ക്. അപ്പം എൻ്റെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യുന്നതും ഗ്രൂം ചെയ്യുന്നതൊക്കെ ഇവർ രണ്ടുപേരും ചേർന്ന്. അത് തന്നെ വലിയൊരു കാര്യമല്ലേ? നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പറ്റിയ പാട്ടുകൾ സെലക്ട് ചെയ്ത് തരുന്നത് അത് ഒരു വലിയൊരു കാര്യമാണ്. നമുക്കൊരു പ്രോഗ്രാംസിനായാലും നമുക്ക് പറ്റുന്ന പാട്ടുകൾ ഇത് ഇപ്പോൾ വീട്ടിലുള്ളവർക്കാവുമ്പോൾ നമ്മൾ പാടി കേൾക്കുമ്പോൾ അറിയാം ഈ പാട്ട് നന്നായിരിക്കും പാടിയാലെന്ന്. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് ഭാഗ്യമാണ്. പിന്നെ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ ഇന്റർനെറ്റ് സിറ്റിയിൽ ഒരു IT കമ്പനിയിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണം. കഴിഞ്ഞൊരു വർഷമായി ഇവിടെ. ഓക്കെ ഓക്കെ. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞല്ലോ ഗാനപരിചയം അങ്ങനെയുള്ള പ്രോഗ്രാംസ് ചെയ്തിരുന്നപ്പോൾ ഒരുപാട് കാരണം മ്യൂസിക്കിനെ കുറിച്ച് ഒത്തിരി അറിയാവുന്ന ആളായതുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മൾ പാട്ട് ഇങ്ങനെ പഠിക്കുന്നത് ഒരു അധ്യാപകൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്നതും നമ്മൾ കേട്ട് പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
അല്ല, തുടക്കത്തിൽ എന്തായാലും ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. ഒന്നാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, ശ്രുതിയാണ്. ആ പിച്ചിങ് നമുക്ക് ശരിക്കും അകത്തോട്ട് വരിക. അത് വരണമെങ്കിൽ കേട്ട് 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 പറ്റും ഗുരുമുഖത്ത് തന്നെ തുടങ്ങിയാൽ എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ അതിന് ശേഷം വെർച്വലായിട്ട് ചെയ്യാം. പക്ഷെ ഏറ്റവും ബിഗിനേഴ്സിന് എന്തായാലും പറ്റുമെങ്കിൽ ഗുരുമുഖത്ത് തന്നെ നേരിട്ട് ഇരുന്ന് അതെ എന്നതാണ്. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതും ശ്രുതി താളം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ചെങ്കിലും ഒരു ക്ലാസിക്കൽ ട്രെയിനിങ് വളരെ യൂസ്ഫുൾ ആണ്. ആ ഒരു വോയിസ് ഒന്ന് മനസ്സിലാവാനും ഓരോ നോട്ടുകൾ എന്താണെന്ന് അറിയാനും ഒക്കെ വളരെയധികം സഹായിക്കും. വളരെ ആവശ്യമാണ്. അതെ അതെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അത് ഏത് ശ്രുതിയാണ് അത് അങ്ങനെ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പിച്ച് ഇങ്ങനെ, ചിലർക്ക് ഹൈ പറ്റില്ല, ചിലർക്ക് അങ്ങനെ. അപ്പോൾ അത് പിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പാടുന്നത് ആ ഒരു രീതി എങ്ങനെയാ? ജനറലി ഒരു പാട്ട് കമ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അത്യാവശ്യം വളരെ ആപ്റ്റായിട്ടുള്ള സ്കെയിലിലായിരിക്കാം. നമ്മൾ ആ പാട്ട് വേറെ ഏതെങ്കിലും പിച്ചിൽ പാടിയാൽ ചിലപ്പോൾ ഒട്ടും ഇമ്പാക്ട്ഫുൾ ആവണമെന്നില്ല. ഞാൻ ഇന്ന് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ശ്രുതി വെച്ചിരിക്കുന്നതും കുറേയൊക്കെ ഓരോ പാട്ടും ചിലത് ഞാനിപ്പോൾ സിയിൽ പാടുന്നു, ചിലത് ഡിയിലാണ് പാടുന്നത്. അപ്പം ആ പാട്ടിൻ്റെ ഇതനുസരിച്ച്. പക്ഷെ അതോടൊപ്പം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ വോയിസ് റേഞ്ചാണ്. നമ്മുടെ വോയിസ് റേഞ്ച് കറക്റ്റ് ആയില്ലെങ്കിൽ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള, പറഞ്ഞ പോലെ പ്രീത പറഞ്ഞ പോലെ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള പാട്ട് സെലക്ട് ചെയ്യുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ വല്ലാതെ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. പക്ഷേ എല്ലാ പാട്ടിനും അത് ഏറ്റവും ഓപ്റ്റിമമായിട്ട് കേൾക്കാൻ ഇമ്പുള്ള ഒരു പിച്ചുണ്ട്. ആ പിച്ചിൽ തന്നെ പാടണം. മോസ്റ്റ് ലൈക്ലി അത് എന്താണ് ഓൾറെഡി ഉള്ള പിച്ച് അത് തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ അതിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ, ഞാൻ സാറിന് ഇതിൽ ഇപ്പോൾ ട്രാക്കൊക്കെ പാടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഹാഫ് നോട്ടോ മറ്റോ കുറയ്ക്കുകയോ കൂട്ടിയോ ഒക്കെ വെച്ചിട്ട് പാടാറുണ്ട്, ഒന്നുകൂടെ ഇമ്പാക്റ്റ് മാറ്റാൻ. ശരിക്കും ഒറിജിനൽ പിച്ചിൽ പാടുന്നത് തന്നെയാണ്. അതെ അതെ അതെ, അതിൽ തന്നെ ചെയ്യുന്നതാണ് സൗകര്യം. ആ ബ്യൂട്ടി കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒറിജിനൽ പിച്ചിൽ തന്നെ പാടണം. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് പിന്നെ വേറെ ലാംഗ്വേജസ് ഒക്കെ പാടാറുണ്ടോ? ഇപ്പം പറഞ്ഞ പോലെ ഗാനമേളകളിലൊക്കെ പോകുമ്പം ഹിന്ദി ആയാലും മലയാളം ആയാലും തമിഴായാലും 3 ഭാഷകളിലും പാടാറുണ്ട്. അപ്പോൾ വേറൊരു തമിഴിലോ ഹിന്ദിയിലോ ഏതെങ്കിലും ഒരു പാട്ട്? ഒരു റാഫിയുടെ ഒരു പഴയ പാട്ടാവാം. എഗൈൻ അതിൻ്റെ വരികളുടെ ഒരു ബ്യൂട്ടി കാരണം ഒന്ന് പാടാനുള്ള താല്പര്യം. तेरी आँखों के सिवा दुनिया में रखा क्या है, तेरी आँखों के सिवा दुनिया में रखा क्या है, ये उठे सुबह चले, ये झुके शाम ढले, मेरा जीना मेरा मरना इन्हीं पलकों के तले, तेरी आँखों के सिवा दुनिया में रखा क्या है, पलकों की गलियों में चेहरे बहारों के हंसते हुए, है मेरे ख्वाबों के क्या क्या नगर इनमें बसते हुए, ये उठे सुबह चले, ये झुके शाम ढले, मेरा जीना मेरा मरना इन्हीं पलकों की तले, तेरी आँखों के सिवा दुनिया में रखा क्या है. ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. പ്രണയത്തിന് ഇതുപോലെ ഭംഗിയായി വർണ്ണിക്കുന്ന പാട്ടുകളൊന്നും അധികമില്ല. അതെ അതെ, തീർച്ചയായിട്ടും. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഗായകൻ ആരാന്ന് ചോദിച്ചാൽ ആരായിരിക്കും? അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അല്ല, എനിക്ക് ഇവരോടെല്ലാം ആരാധനയാണ്. അപ്പോൾ റാഫി ആയാലും കിഷോർ കുമാർ, യേശുദാസ്, ബാക്കി ജയചന്ദ്രൻ, എല്ലാവരെയും, ചിത്ര ചേച്ചി, നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഇല്ലല്ലേ എന്നുവെച്ചാൽ ഓരോരുത്തർ എസ് പി സാറ്, എല്ലാവരും കാണിക്കുന്ന ഈ എന്താണ് ആ ഒരു മാജിക് ആസ്വദിക്കുക എന്നുള്ളതാണ്. ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? കുറവാണ്. ഞാനിവിടെ ഈ സ്റ്റേജ് UAE എന്നുള്ളൊരു വേദിയുണ്ട്, അവിടെ പോയി കുറേ കൂടെ ഒരു
ഭജൻസ് ഭക്തിഗാനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ പരിചയമൊക്കെയായി വരുന്നേ ഉള്ളൂ. കുറേ കൂടെ എന്തെങ്കിലും നല്ല രീതിയിൽ ഇവിടെ ചെയ്യണം എന്നാണ് താല്പര്യം. ഇൻക്ലൂഡിങ് കച്ചേരികളൊക്കെ ഫുൾ ഫ്ലെജ്ഡായി ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഈവൻ ഗാനമേള ട്രൂപ്പായിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. ഭജൻസ് ഒക്കെ ചെയ്യാറുണ്ട്. എല്ലാത്തരം പാട്ടുകളും പാടാൻ ഇഷ്ടമാണ്. അതെ അതെ. അപ്പോൾ ഇനി നമുക്ക് ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കാണാൻ നോക്കാം. അതെ. അപ്പോൾ നമുക്ക് ഒരു ക്ലാസിക്കൽ സോങ് ഇവിടെ ആയാലോ ചേട്ടാ? ചെയ്യാം. ഒരു കീർത്തനം തന്നെ ഒന്ന് ചെറുതായിട്ട് പാടാം. നഭി എന്തോ സാസ പാനി സനി പമഗ നി പമഗ സനി സാസ മഗ പമനി സനി ഗരി സഗരി സഗ പമനി സാസ പദനി പമനി നി മനി പമഗ പമ സബ മഗരി സോസ മാഗരി സനി പമ മാഗരി സഗ പമനി സോനി പമ ഗരി സോനി പനി സഗരി സമഗരി സ പമനി പമഗരി സനി പമഗരി സനി നി സഗ പമനി സ നി വാരി സനി സഗരി സവഗാരി സനി പനി സഗരി സമഗരി സ പമനി മാ പസനി പമനി സഗരി സഗ പമനി ജോവിൽ സപ്തസ്വര സുന്ദരുലഭ ജുംബവേ മനസാ ശോഭിൽ സപ്തസ്വര ഒത്തിരി സന്തോഷം നമ്മുടെ ഈ പ്രോഗ്രാമിൽ വന്നതിലും ഒത്തിരി നല്ല പാട്ടുകൾ നമുക്ക് വേണ്ടിയിട്ട് പാടിത്തന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടാ. ഇനി നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരണം. തീർച്ചയായും. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, താങ്ക് യു. നമുക്ക് ഡെൽമ ആയുർവേദിക്കിൻ്റെ ഒരു 100 ദിറംസിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. അവിടെ പോയിട്ട് 100 ദിറംസിൻ്റെ ഏത് ട്രീറ്റ്മെൻറ്റ് വേണോ എടുക്കാം. താങ്ക് യു സോ മച്ച്.